വെൽക്കം ടു മൈ ചാനൽ എനിവൺ ക്യാൻ സ്റ്റിച്ച്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ചെയ്തിരിക്കുന്ന പാറ്റേൺസ് എങ്ങനെയാണ് ഫാബ്രിക്കിൽ കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പാറ്റേൺസ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം ഈ വീഡിയോ കാണാനായി ശ്രമിക്കുക. പാറ്റേൺ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുണി എടുത്തതിന് ശേഷം രണ്ടായിട്ട് മടക്കിയിടുക. രണ്ടോ നടുവിൽ വെച്ചിട്ട് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നിവർത്തിയിടുക. അതിനുശേഷം നമുക്ക് പാറ്റേൺ അതിൻ്റെ മേലെ വയ്ക്കാം. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ വരുന്ന ഭാഗം ഈ ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗത്താണ് വയ്ക്കേണ്ടത്. അതിനുശേഷം ഇതുപോലെ ഫേസ് ചെയ്തിടുക. ഇത്രയാണ് നമ്മുടെ ഡ്രസ്സ് വരുന്നത്. ഇതിന് എക്സ്ട്രാ വരുന്നതാണ് നമ്മൾ സീം അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ലൈനിൽ കൂടെ ഈ പാറ്റേണിൻ്റെ മൊത്തം ഇത് നമുക്ക് ഈ ഡ്രസ്സിൽ വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സീം അലവൻസ് എടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ സീം അലവൻസ് നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്കിൻ്റെ ഭാഗം, ഷോൾഡറിൻ്റെ പോർഷൻ, സ്ലീവ് വരെ നമ്മൾ 1 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ സീം അലവൻസ് കൊടുക്കേണ്ടത്. അവിടെ കൂടുതലായിട്ട് നമ്മൾ അധികം വിടാറില്ല. നമ്മൾ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് വിടാറുള്ളത്. അപ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഈ ഒരു സ്കെയിലിൻ്റെ ഇവിടെ വരെയുള്ള പോയിൻ്റ് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് ഗൈഡ് ലൈൻ വെച്ചിട്ട് നമുക്ക് 1 സെൻറ്റിമീറ്റർ ആയിട്ട് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഉണ്ടോ, ഇതിപ്പോൾ ചോക്ക് വെച്ച് വരയ്ക്കുമ്പോൾ 1 സെൻറ്റിമീറ്ററിനേക്കാളും കുറച്ചൊന്ന് കൂടുന്നുണ്ടാവും. അത് സാരമില്ല. അതായത് കുറവേ എടുത്താൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയാൽ ഇങ്ങനെ വരയ്ക്കാതെ തന്നെ നമ്മൾ വേണേൽ കട്ട് ചെയ്യാവുന്നതാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് നമുക്കിപ്പോൾ തൽക്കാലം മെഷർ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ സീം അലവൻസ് 1 സെൻറ്റിമീറ്റർ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗങ്ങളിൽ മാത്രം 1 സെൻറ്റിമീറ്റർ, ഈ സൈഡ് മൊത്തം, അതുപോലെ തന്നെ അടിയിലെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് 2 സെൻറ്റിമീറ്റർ ആണ് സീം അലവൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ പോയിന്റ് വെച്ച് 2 സെൻറ്റിമീറ്റർ സൈഡിലും അതുപോലെ തന്നെ താഴെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ വരച്ചിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്യേണ്ട ലൈൻ വരച്ചിട്ടുണ്ട്, പിന്നെ കട്ട് ചെയ്യേണ്ട ലൈനും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 സെൻറ്റിമീറ്റർ എന്നുള്ളത് മിനിമം ആണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിനിമം നല്ല, യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന 2 പോലും കുറവാണ്. ഇപ്പം നിങ്ങൾ കൂടുതൽ വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സീം അലവൻസ് വിടാവുന്നതാണ് സൈഡിലൊക്കെ. കാരണം നമ്മുടെ മെഷർമെൻറ്റ്സ് മാറുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അഴിച്ചിടാനൊക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സീം അലവൻസ് സൈഡിലൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ലെങ്ത്തും നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം. അഴിച്ചിടണം, ഇപ്പോൾ കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ വലുതാവുകയാണെങ്കിൽ അഴിച്ചിട്ട് കൊടുക്കണം, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ സീം അലവൻസ് കൊടുക്കുക. അപ്പോൾ യൂഷ്വലി എടുക്കുന്നതാണ് 2 സെൻറ്റിമീറ്റർ എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ട ലൈനാണ്, നമുക്കത് കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്ക് സൈഡാണ്. അപ്പോൾ ബി എന്ന് എഴുതിയിട്ട് ബാക്ക് സൈഡ് മാർക്ക് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഫ്രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മുടെ പാറ്റേൺ ഫാബ്രിക്കിലേക്ക് അങ്ങനെ തന്നെ കോപ്പി ചെയ്യാം. അതിനുശേഷം നെക്കിൻ്റെയും സ്ലീവിൻ്റെ ഭാഗത്ത് 1 സെൻറ്റിമീറ്റർ സീം അലവൻസ് കൊടുക്കുക. സൈഡിലും താഴെ ഭാഗത്തും നമ്മൾ 2 സെൻറ്റിമീറ്റർ സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 സെൻറ്റിമീറ്റർ സീം അലവൻസ് കഴിഞ്ഞിട്ടുള്ള ലൈനിൽ കൂടെ നമ്മൾ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് എഫ് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇപ്പം നമ്മൾ പാറ്റേൺ വിത്തൗട്ട് സീമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട്, ഇപ്പോൾ ചുരിദാറൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു പാറ്റേൺ തന്നെയല്ലേ യൂസ് ചെയ്യുക, വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ലല്ലോ. സാധാരണ നമ്മൾ ഡെയിലി വെയറിനൊക്കെ ആയിട്ട് ചുരിദാർ തയ്ക്കാനായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു പാറ്റേൺ ആണ് ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ അങ്ങനത്തെ ഇത് വരുമ്പോൾ നമുക്കിതുപോലെ, നമുക്കപ്പോൾ സ്ഥിരമായി ഇടുന്ന ഡ്രസ്സുകൾക്ക് നമുക്കിതുപോലെ സീം അലവൻസ് ഒരു കൂടെ ചെയ്തിട്ട് പേപ്പറിൽ തന്നെ ചെയ്തിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഓരോ തവണയും നമുക്കിങ്ങനെ കറക്റ്റായിട്ട് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ എന്ത് ചെയ്യണം, ഈ സൈഡിലും അതുപോലെ തന്നെ അടിയിലും 2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ആദ്യം തന്നെ പേപ്പറിൽ ഇതാദ്യം വരയ്ക്കുക. 1 സെൻറ്റിമീറ്റർ സ്ലീവ്സിൻ്റെ അവിടെയും അതുപോലെ തന്നെ നെക്കിൻ്റെ അവിടെയും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ സീം അലവൻസോടുകൂടെ നമുക്ക് വെട്ടിയിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റും. നമുക്കത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ള ഡ്രസ്സ് തയ്ക്കുമ്പോൾ എളുപ്പമാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക്
ആ ഡ്രസ്സിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ സ്ലീവ് അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളതുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്ലീവ്സിൻ്റെ പാറ്റേണിൽ സീം അലവൻസ് വെച്ചിട്ട് തന്നെ പേപ്പറിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്ലീവ്സ് ഒരു നീ ലെങ്ത് വരെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നീ ലെങ്ത് വരെ എനിക്ക് 30 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ നിന്നൊരു 30 സെൻറ്റിമീറ്റർ ഇവിടെയാണ് വരുന്നത്. അതിനുശേഷം ഞാൻ നീൻ്റെ റൗണ്ട് നോക്കിയപ്പോൾ 23 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ, ഏകദേശം 23-നേക്കാളും ഒരു 24 വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ പാറ്റേൺ തന്നെ എടുത്തിട്ട് ഞാൻ സ്ലീവ്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടോ, തുണി എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിടുക. അതിനുശേഷം നമ്മൾ ഈ പാറ്റേൺ വെച്ച് കൊടുക്കണം. ജസ്റ്റ് 2 സെൻറ്റിമീറ്റർ അലവൻസിനുള്ളതും വിടുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഡിസൈനുള്ള ഭാഗത്താണ് നമ്മൾ സ്ലീവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടായി മടക്കുമ്പോൾ എപ്പോഴും നല്ല സൈഡ് ഉള്ളിൽ വരുന്ന വിധത്തിൽ രണ്ടായിട്ട് മടക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പൊ രണ്ട് ഭാഗത്തു നിന്നാണ് നമ്മൾ ഫാബ്രിക് എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് നല്ല വശങ്ങളും ഉള്ളിൽ പോകുന്ന വിധത്തിൽ നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ വരുമ്പോൾ ഒരുപോലുള്ള സ്ലീവ് രണ്ടെണ്ണം കിട്ടുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതെനിക്ക് ഇടയ്ക്ക് അബദ്ധം പറ്റാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളിതോടെ പ്ലേസ് ചെയ്തു. ഒരു 2 സെൻറ്റിമീറ്റർ ഞാൻ ജസ്റ്റ് വിട്ടിട്ടുണ്ട് സീം അലവൻസ് അടിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ മാർക്ക് ചെയ്തു. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. കണ്ടോ, അതായത് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 2 സെൻറ്റിമീറ്ററിൻ്റെ ഇത് അടിയിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഇതിൽ വെച്ചിട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതേ ലൈനിൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ചെറിയൊരു ഇത് കിട്ടും. അപ്പോൾ നമ്മളിത് മടക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്ര ക്ലിയർ ആവില്ല. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ പോയിന്റിൽ വെച്ചിട്ട് എവിടെയാണെങ്കിലും ഇപ്പം നമ്മൾ പാൻറ്റിൻ്റെ മടക്കി അടിക്കാനാണെങ്കിലും ഒക്കെ നോക്കുന്ന ആ സമയത്ത് നമ്മൾ ജസ്റ്റ് എവിടെയാണോ മടക്കി അടിക്കുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ പാറ്റേൺ വയ്ക്കുക. നമുക്ക് ഈ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അവിടെ കറക്റ്റ് വരുന്ന വിധത്തിൽ നമുക്ക് കട്ട് ചെയ്ത് വരും. നെക്സ്റ്റ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഫേസിംഗ് ആണ്. ഫ്രണ്ട് ഫേസിങ്ങും ബാക്ക് ഫേസിങ്ങും. ഫേസിങ്ങും ഞാൻ സീം അലവൻസോടുകൂടെ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഡയറക്റ്റ് ക്ലോത്തിൽ വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഫേസിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നെക്കിന്റെ സൈഡ് വരുന്ന ഭാഗം ഫോൾഡിൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. എനിക്കിടയ്ക്ക് തെറ്റ് പറ്റാറുണ്ട്, ഷോൾഡർ അറിയാതെ ഫോൾഡിൽ വെച്ച് കട്ട് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാറ്റേൺ വെച്ചിട്ട് ഫാബ്രിക്കിൽ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ചെയ്യുന്നത്. നമുക്ക് വേറൊരു ക്ലാസ്സിൽ എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.